ഗലാട്ടയിലേക്ക് ആവേശോജ്വലമായ ഒരു വൈകുന്നേരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു പക്ഷേ കലോത്സവത്തിലെ ആദ്യ വൈകുന്നേരം, കൗമാരകലയുടെ വസന്തോത്സവം ആദ്യത്തെ സായാഹ്നത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിമനോഹരമായ ഒരു സായാഹ്നം. ഇതാ മീഡിയ വൺ പവലിയന് ചുറ്റും വലിയ ആളാരവം, വലിയ ആൾക്കൂട്ടം അണിനിരന്നിരിക്കുന്നു. എല്ലാ വേദികളിലും ആദ്യത്തെ ഐറ്റം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എല്ലാ വേദികളിലും ആവേശഭരിതരായിട്ട് മത്സരങ്ങൾ കാണാനെത്തുന്നവര്, മത്സരിക്കുന്ന ആളുകൾ, അങ്ങനെ ആകപ്പാടെ തൃശ്ശൂരിന്റെ വൈബ്. തൃശ്ശൂർ പൂരം പോലെ ഭയങ്കര ഒച്ചപ്പാടാണ്, ഒച്ചപ്പാടും ബഹളവും എന്ന് വെച്ചാൽ ശബ്ദമുഖരിതമായ ശബ്ദഘോഷമായ ഒരു ആദ്യ സായാഹ്നത്തിലേക്ക് ഒരു സംശയമില്ല, ഇവിടെ നടക്കുന്നത് ഒരു ചെറുപൂരം തന്നെയാണ്. ഇപ്പുറത്ത് പാട്ട് പാടുന്നു, അങ്ങനെ ആകപ്പാടെ ബഹളം. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ആദ്യത്തെ വേദിയിൽ ഇപ്പോഴും ആദ്യ ഐറ്റമായ മോഹിനിയാട്ടം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ട് വേണം സംഘനൃത്തത്തിന് വേദി ഒഴിയാൻ. പക്ഷേ ഇന്ന് വൈകി കഴിഞ്ഞത് കൊണ്ട് സംഭവങ്ങളെല്ലാം ഇന്ന് വൈകുമെന്ന് ഉറപ്പുള്ളതാണ്. എല്ലാ വേദികളിലും നിറഞ്ഞ സദസ്സ്, അതാണ് തൃശ്ശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. 24 വേദികളിലും നിറഞ്ഞ സദസ്സ്. ആദ്യ വേദിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മണലിട്ടാൽ താഴെ എത്താത്ത തരത്തിൽ ആൾക്കൂട്ടം തിങ്ങി. തൃശ്ശൂരാരിങ്ങളുടെ ഒഴുകി വരികയാണ്. കാരണം അവർക്ക് ഇത് ആഘോഷിക്കാനുള്ള സമയമാണ്. പൂരം കഴിഞ്ഞു വരുന്ന അടുത്തൊരു ഉത്സവം, അത് ഗംഭീരമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നേരത്തെ തന്നെ അവർ നടത്തിയിട്ടുണ്ടെന്ന് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. എന്തായാലും നമുക്ക് ഒരുപാട് ആളുകളെ, ഒരുപാട് മത്സരാർത്ഥികളുടെ അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ ഇന്ന് വരാൻ ഒരുപാട് പ്രതിഭകൾ അവർ നമ്മുടെ പ്രേക്ഷകർക്കായി അവരുടെ പെർഫോമൻസ് നടത്താൻ കാത്തു നിൽപ്പാണ്. അപ്പം നമുക്ക് വേദികളിലേക്ക് പോകണം, റിപ്പോർട്ടുകളുണ്ട്, അതിഥികളുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റാളിന്റെ, നമ്മുടെ പവലിയന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മുടെ മുന്നിൽ ഒരു മനോഹരമായ മരമുണ്ട്. ആ മരം നമുക്കൊരു വരമാണ്. ആ മരത്തിന്റെ ചുവട്ടിൽ നമുക്കൊരു പ്രതിഭയുണ്ട്. അവര് എന്റെ പേരെന്തായിരുന്നു? റംസാൻ ഇവിടെ ഹൈസ്കൂൾ വിഭാഗം കാർട്ടൂൺ മത്സരത്തിൽ പങ്കെടുത്ത ആളാണ്. റംസാൻ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നന്നായിരുന്നു. എന്താ പറഞ്ഞത് അവിടെ? വിഷയം വൈബ് ഇലക്ഷൻ ആയിരുന്നു, അതിനനുസരിച്ച് വരച്ചു. നല്ല പ്രതീക്ഷയുണ്ടോ? അത്യാവശ്യം. എന്നാ നമുക്ക് റംസാൻ ഒന്ന് പരീക്ഷിച്ചാലോ? റംസാനെ പരീക്ഷിക്കാം. റംസാൻ വലിയ കാർട്ടൂൺ, വലിയ പ്രതിഭയാണെന്ന് പറയുന്നത്. ഇവിടെ എ ഗ്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പാണ് ഈ കളി. അപ്പൊ നമുക്ക് എന്റെയും ജിൽസിയുടെയും ഒരു പടം വരയ്ക്കാം, ഒരു കാരിക്കേച്ചർ വരയ്ക്കാൻ. ഒരു കാരിക്കേച്ചർ നല്ലോണം നോക്കിക്കോളൂ. അപ്പൊ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു, ഒന്ന് ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ റെഡിയല്ലേ? അപ്പൊ ഞങ്ങൾ കുറച്ച് സമയം തരാം, ഇതിന് മടങ്ങി വരാം കേട്ടോ. അങ്ങനെ റംസാൻ ഞങ്ങൾ ഒരു അവസരം കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ കാരിക്കേച്ചർ എന്താവും എന്ന് കണ്ടറിയാം.